ഈ ഒരു ടോപ്പ് അല്ല കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. അതിന് താഴേക്ക് വന്നേക്കുന്നത് നമ്മുടെ ബോട്ടം ഇന്നത്തെ പ്രൊഡക്റ്റ്. സ്ലബ് സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് നമ്മളിപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണം തൊട്ടിട്ട് നമ്മുടെ സ്ലബ് സിൽക്കിന്റെ ബോട്ടംസിന് നല്ല ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവൻ കോട്ടന്റെ കൂട്ടത്തിലാണെങ്കിലും സ്ലബ് സിൽക്കിന്റെ അല്ലെ എന്ത് കൈൻഡ് ഓഫ് സിൽക്ക് ഫാബ്രിക്കിന്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബോട്ടംസാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ 37 ഇഞ്ചസ് ലെങ്തിലേക്കായിരുന്നു ചെയ്തത്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് ആയിരുന്നു ഒരു 38ലേക്കെങ്കിലും ആക്കാവോ എന്ന് ചോദിച്ചിട്ട് ഒരു ആംഗിൾ ഫിറ്റിംഗിലേക്ക് ഒരു ആംഗിൾ ലെങ്തിലേക്ക് നിൽക്കുന്ന രീതിയിലേക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റിലേക്കാണ്, പെൻസിൽ ഫിറ്റിംഗ് അല്ല കേട്ടോ, ഒരു കുറച്ചൊരു ലൂസ് ഫിറ്റിങ്ങിലേക്ക് നമ്മളിത് ചെയ്ത് വന്നേക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഓരോ ഷെയ്ഡുകൾ നോക്കാം. കുറേ കളേഴ്സിലേക്ക് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ നമ്മുടെ ബ്ലാക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സൈഡിലേക്കായിട്ട് ബട്ടൺസ് വരുന്നുണ്ട്, 3 ബട്ടൺസ് വരുന്നുണ്ട്. ഇവിടേക്കായിട്ട് ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ നല്ല ലാർജ് സൈസാണ്. അത്യാവശ്യം നല്ലൊരു സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനകത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈസ് വലുതെടുക്കേണ്ടവർ അങ്ങനെ എടുക്കുക കേട്ടോ. ഞാൻ സാധാരണ ലാർജ് സൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുർത്തീസ് ഞാൻ ലാർജ് സൈസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കായിട്ട് പടിയും ബാക്കിലേക്ക് എലാസ്റ്റിക്കും വരുന്ന രീതിയിലേക്കാണ്. അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിങ്ങുമായിട്ട്. അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്കി വൈറ്റ് ആട്ടോ, പ്യുവർ വൈറ്റ്. നമ്മുടെ ഉജാല വെള്ളയല്ല, നമ്മുടെ ഒരു മിൽക്കി വൈറ്റ്, അതായത് ചെറിയ ലൈറ്റ് ഒരു ക്രീം കളർ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ആ ഒരു ഷെയ്ഡാണ്. സൈഡിലേക്കായിട്ട് ഇതുപോലെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, പാറ്റേൺ സെയിം ആയിട്ട് തന്നെ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലേക്കാട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഒരു വൈൻ കളർ, ഗ്രേപ്പും റാണി പിങ്കും വൈനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു പർപ്പിളും ഗ്രേപ്പും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. ഇത് തമ്മിൽ ഡിഫറൻസ് മീൻസ് പല കസ്റ്റമേഴ്സിന് എപ്പോഴും ഡൗട്ടുള്ള ഷെയ്ഡുകളാണ്. ഇതാണ് ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡാർക്ക് മെറൂണും വരുന്നുണ്ട്, റെഡിഷ് മെറൂണും വരുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസിന്റെ കുർത്തീസിന്റെ ഡിഫറൻസ് പോലെ തന്നെ നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നത്, ഡബിൾ ഷെയ്ഡ് തന്നെ 2 ഫാബ്രിക്കിലേക്കും വന്നിട്ടുണ്ട്. ഇത് ഡാർക്ക് മെറൂൺ ആണ്, ഇത് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഓഫ് വൈറ്റും വൈറ്റും തമ്മിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഞാൻ രണ്ടും കൂടെ വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഓഫ് വൈറ്റ്. ഇനി വരുന്നത് നമ്മുടെ പീച്ച് കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എപ്പോഴും കുർത്തീസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് പീച്ചാണ്. നെക്സ്റ്റ് നമ്മുടെ അക്വ ഗ്രീൻ കളർ, നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ കുർത്തീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അക്വ ഗ്രീൻ കളറിനകത്തേക്ക്. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രേപ്പ് കളർ. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുർത്തീസ് കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തതൊക്കെ ഈ ഒരു കളറിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ റോയൽ ബ്ലൂ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കളറാണ്. അന്ന് ടോപ്പുള്ളിയൊക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളവർക്ക്, ഇനിയിപ്പോൾ അതിൻ്റെ ബോട്ടം വേണമെന്നുള്ളവർക്ക് ആ ഒരു ഷെയ്ഡിലേക്കുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഓണിയൻ പിങ്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറിലെ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ബോട്ടംസ് എല്ലാം തന്നെ വൈറ്റിൻ്റെ ഒക്കെ കൂടത്തിലേക്ക് മാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഓണിയൻ പിങ്ക്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ആഷ് കളർ. ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മെറൂണ് എല്ലാ കളേഴ്സിൻ്റെ കൂട്ടത്തിലേക്കും ഈ ഒരു ആഷ് കളറൊക്കെ മാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു മോ പീച്ചും ഒരു ബ്രിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡിലേക്ക് ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു മെറ്റാലിക് ഷെയ്ഡ്, അതായത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനകത്തേക്ക് തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പീകോക്ക് ബ്ലൂ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അപ്പോൾ ഇത് വീഡിയോക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ കളറിനകത്ത് ഡിഫറൻസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലൈറ്റ് പിങ്ക്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വൈറ്റ് കളറിലെ ത്രെഡ്സിൻ്റെ വീവിങ് നന്നായിട്ട് ഇതിൽ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ലൈറ്റ് കളറിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 395 ആണ്. സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിൻ്റെ വരെ പ്രൈസ് വരുന്നത്. 5XL സൈസ് വരെ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്ലസ് സൈസിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 420.